ഹായ്. അപ്പോൾ അങ്ങനെ അഗ്നിപരീക്ഷ തുടങ്ങാൻ പോവുക. ഇന്നാണ് തുടങ്ങാൻ പോണത്. എല്ലാവരും മറക്കാണ്ട് കാണണം കേട്ടോ. എൻ്റെ പൊന്നോ, ബിഗ് ബോസോട് വലിയ ടാസ്ക്കാണ് ഇത്. കുറേ ടാസ്ക് കൊടുക്കുന്നുണ്ട്. 40 പേരിൽ എത്ര പേര് അകത്ത് 20 പേരെ എടുക്കില്ലായിരിക്കും. അതേപോലെ ടാസ്ക് കൊടുക്കണം. അതേപോലെ അവർ കളിക്കുന്നുണ്ട്. കുറേ ഗെയിം കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കൊച്ച് പേലി അവിടെ പറഞ്ഞിരിക്കണേ, ഇൻ്റർവ്യൂവിൽ പറയുന്നത് പേലി മണീനെ ഇഷ്ടമെന്ന് പറഞ്ഞിരിക്കണേ. പക്ഷേ ഇവിടെ വന്ന് പറഞ്ഞ രഞ്ജിനി പറഞ്ഞപ്പം രഞ്ജിനി അപ്പോൾ തന്നെ അവർ എല്ലാ പേപ്പറും കൊടുക്കുള്ളൂ. ഇത്ര ആൾക്കാരുടെ അഡ്രസ്സും പേരും കാര്യങ്ങളും കൊടുക്കുമ്പോൾ രഞ്ജിനി എടുത്ത് നോക്കിയപ്പം ഇവരൊക്കെ ഇതൊക്കെ നോക്കിയിട്ടില്ല. കൂടെ ജഡ്ജായിട്ട് പറഞ്ഞത് ചുമ്മാ ഇരിക്കാൻ ചേച്ചി പുള്ളിക്കാരി രഞ്ജിനി ടീമിലാണ്. അപ്പോൾ ചാടി കയറി രഞ്ജിനിയെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും നോക്കിയപ്പം രഞ്ജിനി ടീമല്ല. അങ്ങനെയല്ലല്ലോ നമ്മൾ കള്ളം പറയാതെ അല്ല ഒരു ഷോളിൽ പോയത് ഇല്ല ഞാൻ പറയാൻ എനിക്ക് പെട്ടെന്ന് നിങ്ങളുടെ ടീമിൽ വന്നപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടു, അത് അങ്ങനെയാണെന്ന് പറയാമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഒന്നും പിന്നെ എന്താ പറഞ്ഞതെന്നറിയില്ല, ചമ്പിച്ചിങ്ങനെ നിൽക്കുവാണ്. അപ്പം നമ്മൾ ഒരു ഷോളിൽ പോകുമ്പോൾ നമ്മൾ അവിടെ എന്താണോ കൊടുത്തിരിക്കണത് അത് കൊടുക്കുക. ഇല്ലെന്ന് നിങ്ങൾ ആ സമയത്ത് ഞാൻ നിങ്ങളുടെ ടീമിലെ കാരണം നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് പറയാമായിരുന്നു. അതില്ല. പിന്നെ നല്ല ഒരു താക്കോലൊക്കെ തുറക്കണ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഒരു കൊച്ച് തുറന്ന് നോക്കുന്നുണ്ട്. ഒരു താക്കോലും ശരിയില്ല. അപ്പോൾ ഇത്ര ടൈമിനുണ്ടെന്ന് തോന്നുന്നു. ആ ടൈമിനുള്ളിൽ അകത്ത് അപ്പോൾ ആ കൊച്ച് പറയുന്നുണ്ട് ഞാൻ തുറന്ന് അകത്ത് കയറും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പോവില്ല, ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോവില്ലെന്ന് പറയുന്നുണ്ട്. എല്ലാവരുടെ പേരും പറയാൻ പറ്റില്ല. എന്നാണെന്നറിയാമോ, ഈ 40 പേരുണ്ട്. 40 പേരിൽ ആരാണോ അകത്തോട്ട് പോകണമെന്ന് അറിയില്ല. നമ്മൾ കുറച്ച് പേരെ കാണിക്കുന്നുണ്ട്. ഇതിന് ഇനിയും ടാസ്ക് ഉണ്ട്. അതിനകത്ത് ആരാണോ അകത്ത് പോകണത് അതും നമുക്ക് കാണിക്കും. അപ്പം റിയാസിൻ്റെ ടീമിൽ 7 പേരുണ്ട്. രഞ്ജിനി ടീമിലുണ്ട്. നമ്മളിപ്പോൾ പ്രമുഖം വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് തിരുവനന്തപുരം, കണ്ണൂർ, മലപ്പുറം, പിന്നെ ഓരോ സ്ഥലത്തുനിന്ന് ആലിവാലിരുന്നവർക്ക് മോഡല്, പിന്നെ കുറേ ഉണ്ട്. 2 മോഡലുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ കുറേ പേര് നമുക്ക് വന്നിട്ടുണ്ട്. 40 പേരിൽ എത്ര പേരെ സെലക്ട് ആവണമെന്ന് അറിയില്ല. 20 പേരെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർ എന്ത് ചെയ്യും? കോമൺ മറ്റേ ഇവരെ മാത്രം വിടാൻ പറ്റില്ലല്ലോ. നമ്മുടെ അഗ്നിപരീക്ഷയിൽ നടക്കുന്നവർ മാത്രം അകത്തോട്ട് വിടാൻ പറ്റില്ല. മറ്റുള്ളവരും സീരിയൽ സിനിമ അഭിനയിക്കുന്നവർ അകത്ത് വിടണ്ട. അപ്പോൾ എന്നെ ഭയങ്കര ടഫായിരിക്കും തോന്നുന്നു. ആണ് എനിക്ക് തന്നെ തമിഴിൽ കോമൺ മെൻ പറഞ്ഞിട്ട് ഉണ്ട്. അതിനകത്ത് ഭയങ്കര ടഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടഫാണ്, ഒന്നും പറയാനില്ല. ഭയങ്കര ടഫാണ് ടാസ്കൊക്കെ. നമ്മൾ എങ്ങനെയാണ് ബിഗ് ബോസ് വീട്ടിൽ ആ ടാസ്ക് കൊടുക്കണേ? ചെളിയിൽ കടന്ന് അടി കൂടണേ, ഭയങ്കര അതേ ടാസ്ക്കാണ് ഇവിടെ കൊടുക്കണേ. നമുക്ക് നമുക്ക് കുറച്ചാണോ കാണിക്കണമെന്ന് അറിയില്ല. പക്ഷെ അവിടെ കണ്ടു കഴിഞ്ഞോണ്ടല്ലോ നമുക്ക് പേടിച്ച് പോകും. അത് വെച്ച് നോക്കുമ്പോൾ ഇതും ഒന്നുമില്ല. പക്ഷേ ഇത് നമുക്ക് നോക്കാനെടുക്കാൻ അറിയാവുള്ളൂ. ഇതിനൊക്കെ റിയാസ് നല്ലപോലെ പൊറിക്കാൻ നോക്കുന്നുണ്ട്. കുറേ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അത് അവരുടെ ജോലിയാണ്. അയ്യോ അവരങ്ങനെ ചോദിക്കണം ഇങ്ങനെ ചോദിക്കണമെന്നല്ല. നമ്മളകത്തോട്ട് പോയിരിക്കണേ നമ്മുടെ കാര്യമാണ്. അവർ ജഡ്ജായിരിക്കണം. അവർ എന്തൊക്കെ ചോദിക്കണം എന്തൊക്കെ ചോദിക്കാൻ പാടില്ലാണ് അവർക്കൊരു പേപ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അവർ ചോദിക്കും. ഇല്ലാണ്ട് നിങ്ങൾ അവർക്ക് ഇഷ്ടമില്ലാണ്ടാണോ ഇല്ല നിങ്ങൾക്ക് അവർ എന്തെങ്കിലും ചെയ്തിട്ടുമെന്നല്ല. അവർ എന്താണ് അവിടെ ജോലി കൊടുത്തിട്ടുണ്ട് അത് ചോദിക്കും. അത് കഴിഞ്ഞിട്ടപ്പോൾ ജഡ്ജി എങ്ങനെ ചെയ്ത് അങ്ങനെയല്ല. നിങ്ങൾക്ക് സമയം കറക്റ്റായിരുന്നാൽ ബിഗ് ബോസ് ഷോ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ കുറേ ടാസ്ക് കൊടുക്കുന്നുണ്ട്. ആ ടാസ്കിൽ ആരൊക്കെ അകത്തോട്ട് പോകണേ നമുക്കറിയില്ല. നല്ല പ്രമോ കേട്ടോ, ഒന്നും പറയാനൊന്നുമില്ല. നല്ല പ്രമോ ആണ്, നല്ല ഇൻ്റർവ്യൂ എല്ലാം കാര്യങ്ങൾ സൂപ്പറാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് മറക്കരുത്. പരീക്ഷ പറഞ്ഞൊരു കൊച്ചൊക്കെ ഉണ്ട്, പരീക്ഷ അങ്ങനെ പറഞ്ഞ കുറേ പേരുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് ആരൊക്കെ നമ്മൾ സെലക്ട് ആക്കണമെന്നറിയില്ല. നമുക്ക് 20 പേരുണ്ടല്ലോ, നമുക്ക് ഒറ്റയടിക്ക് അങ്ങ് പേര് പറയാൻ പറ്റില്ലല്ലോ. ഇതിനകത്ത് ചിലപ്പോൾ വേറെ ആരെങ്കിലും അകത്തോട്ട് പോകണ്ടോ പുറത്ത് വരണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് വൈകുന്നേരം നിങ്ങൾ മറക്കാണ്ട് നോക്കണം. എല്ലാവരും റീചാർജ് ചെയ്ത് വെച്ചോ. അപ്പം മറക്കരുത്.